ഡെൻ്റൽ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ നവാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക് ആൻഡ് ടെക്. ഡെൻ്റൽ ടോക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൂർക്കം വലി എങ്ങനെ ഫലപ്രദമായി തടയാം എന്നുള്ളതാണ്. കൂർക്കം വലി ഉള്ള ആളുകളുടെ കൂടെ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് ഈ ഒരു കൂർക്കം വലിയുടെ ശബ്ദം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, അതിനേക്കാൾ ഉപരി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൂർക്കം വലി എന്നത്. പൂർണ്ണമായും ശ്വാസതടസ്സം നേരിടുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലെയുള്ള രോഗങ്ങൾ പലപ്പോഴും ഈ ഒരു അമിതമായി കൂർക്കം വലിയുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഇത്തരക്കാരിൽ ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കാത്ത കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ പോലും ഇതിൻ്റെ ഇമ്പാക്റ്റ് കാണാറുണ്ട്. പലപ്പോഴും അവർക്ക് പകൽ സമയങ്ങളിൽ ജോലിക്കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരിക, പകൽ സമയങ്ങളിൽ അമിതമായി ഉറക്കം തൂങ്ങുന്ന അവസ്ഥ തുടങ്ങിയൊക്കെ നമ്മൾ ഈ ഒരു കൂർക്കം വലിക്കാരിൽ കാണപ്പെടാറുണ്ട്. അമിതവണ്ണം, അമിതമായ മദ്യപാനം, നേസൽ സെപ്റ്റത്തിനുള്ള മൂക്കിൻ്റെ ദശയിലുള്ള ഡീവിയേഷൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും കൂർക്കം വലിയുടെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒട്ടനവധി കാരണങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. കൂർക്കം വലി എങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണയായി ഉറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാ മസിൽസും റിലാക്സ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ത്രോട്ടിൻ്റെ ഈ ശ്വാസനാളത്തിന് അസോസിയേറ്റ് ചെയ്തുള്ള മസിൽസും ചെറുനാവ് പോലെയുള്ള മസിൽസും റിലാക്സ് ചെയ്യും. സാധാരണ ഒരാൾക്ക് സ്വാഭാവികമായ ശ്വസനം നടക്കും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ശ്വാസനാളത്തിന് ഭാഗികമായി തടസ്സം വരുമ്പോഴാണ് ഈ ഒരു ശബ്ദമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൂർക്കം വലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കൂർക്കം വലിക്ക് വേണ്ടി ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. കൂർക്കം വലിക്കാർക്കുള്ള സർജിക്കൽ മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കൂർക്കം വലിക്ക് ട്രീറ്റ്മെൻറ്റിനായി വരുന്ന ഒരു രോഗിക്ക് നമ്മൾ സാധാരണയായി ഈ ഒരു ക്ലിപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കൂർക്കം വലി ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ നാവ് ഓവറായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒരുപാട് പുറകിലേക്ക് പോവുകയും അതുവഴി ശ്വസനത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ ക്ലിപ്പ് ഇടുന്നത് വഴി നമ്മുടെ കീഴ്ത്താടിയെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുവരികയും ഈ ഒരു നാവിന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഇനഫ് സ്പേസ് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നാവ് കാരണം ഉള്ള ഈ ഒരു കൂർക്കം വലി പൂർണ്ണമായും നമുക്ക് നിർത്തലാക്കാൻ പറ്റും. വളരെ റെയറായിട്ടാണ് കൂർക്കം വലിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡെൻ്റൽ ഓഫീസിൽ പേഷ്യൻസ് വരാറുള്ളത്. പലപ്പോഴും ഏതെങ്കിലും മാഗസിൻസിൽ വായിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത രോഗികൾ പറഞ്ഞു കേട്ട് അറിഞ്ഞൊക്കെയാണ് രോഗികൾ നമ്മളെടുത്ത് വരാറുള്ളത്. ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിവ് പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഇത്തരം കൂർക്കം വലി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ ദന്ത ഡോക്ടറെ സമീപിച്ചിട്ട് എനിക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണം എന്നാവശ്യപ്പെടാം. വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് മറ്റ് സർജിക്കൽ പ്രൊസീജിയറോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കൂർക്കം വലിയെ നമുക്ക് നിർത്തലാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് നല്ല ഉറക്കവും അതേപോലെ തന്നെ പകൽ സമയങ്ങളിൽ നല്ല ആക്റ്റീവായി നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഡെൻ്റൽ ടോക്സിൻ്റെ ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂർക്കം വലിയൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം നല്ലൊരു വീഡിയോയുമായി അടുത്ത ടോപ്പിക്കിൽ കാണുന്നവരെ ഗുഡ് ബൈ.